ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂട്യൂബിൽ ഒരുപാട് വൈറലായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന കുറേ ഫേസ് പാക്സ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ജെനുവിൻ ട്രൈയിങ് വീഡിയോ അതൊരു സീരീസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറലി ഉള്ള വീട്ടിലൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ, കുഞ്ഞു ഫേസ് പാക്കാണ്. മീൻസ് ഇപ്പോൾ ബീട്രൂട്ട്, നാരങ്ങ, ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആവശ്യമുള്ളൂ. പക്ഷേ ഇതിലും ഒരു വെറും 15 മിനിറ്റ് ആ ഒരു ഫേസ് പാക്ക് ഇട്ടിരുന്ന ഭയങ്കര വൈറ്റ് റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്സിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട് തീരുന്നതിന് മുമ്പേ നോക്കുന്ന ഒരു സെക്ഷൻ ആയിരിക്കും കമൻറ്റ് സെക്ഷൻ അല്ലേ. ഈ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ ഈ ചെയ്തവർക്കൊക്കെ റിസൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എന്തുകൊണ്ട് നമുക്കിത് ട്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട്, മീൻസ് ഒരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്നവർക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ, ഇറിറ്റേഷൻ ഉണ്ടാവോ, അതൊക്കെ നമുക്ക് എന്തായാലും ഒരു 100% ഷുവർട്ടി കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു തോട്ട് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ്, എത്ര നേരം വയ്ക്കണം, എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് അലോവേര, അതുപോലെ വേവിച്ച അരി, പിന്നെ ബീട്രൂട്ട്, പിന്നെ ഒരു ഹാഫ് ലെമൺ ആണ്. അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്താണ് ഞാനും കൊടുക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനത്തെ ഫേസ് പാക്സ് ട്രൈയിങ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. കയ്യിൽ ചെയ്തിട്ട് എന്തെങ്കിലും നല്ല ഡിഫറൻസ് നല്ലതാണെങ്കിൽ മാത്രമാണ് ഞാനത് പിന്നീട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമുക്കിത് കയ്യിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഇത് നാരങ്ങയ്ക്ക് ഇറിറ്റേഷനുള്ള അവരൊന്നും ഇതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അവർ ചെയ്തപോലെ ഞാൻ 2 സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഡിഫറൻസ് അറിയാലോ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. എന്നിട്ട് ഞാനിത് 20 മിനിറ്റ്സ് വെച്ചിട്ട് റിമൂവ് ചെയ്തു. ഇത് നന്നായി ഡ്രൈ ആവണ്ട, 20 മിനിറ്റ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, പക്ഷെ അവർക്ക് ഭയങ്കര വൈറ്റനിങ് ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ആ ടേപ്പ് ഒന്ന് ഇളക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു നഗ്ന സത്യം മനസ്സിലായത്. ഈ ഒരു ഫേസ് പാക്ക് ഇട്ട പോർഷൻ മാത്രം പിങ്ക് കളറായിപ്പോയി. എനിക്ക് വൈറ്റില്ല, പിങ്ക് കളറാണ് ആയത്. പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം അതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു പിങ്ക് ഷെയ്ഡായിട്ടോ. അത് ഒരു ദിവസം ഫുള്ള് അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്തിട്ടത് പോകുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈയിങ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് അങ്ങനെയാണ്. എനിക്ക് വൈറ്റനിങ് അല്ല, എനിക്ക് പിങ്ക് ആണ് കേട്ടോ ആയത്. ആ ഒരു ഇട്ട പോർഷൻ മാത്രം പിങ്ക് കളറാണ് ആയത്. മീൻസ് ബീട്രൂട്ട് ഉള്ളതുകൊണ്ടായിരിക്കും. എന്നാൽ പോലും ഇത്രയും ഒരു പിങ്ക് കളർ ബീട്രൂട്ട് ഫേസ് പാക്ക് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്. എന്നിട്ടും എനിക്ക് അങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് പിങ്ക് കളർ ആവുന്നത് സ്കിന്ന്. ഇപ്പം തന്നെ അത് കയ്യിലുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. ഈ 2 കളർ കണ്ടോ, ഇതും എൻ്റെ ഒറിജിനൽ കളറും, ഇത് പിങ്ക് കളറാണ്. ഇത്രയും പോർഷൻ പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇതെൻ്റെ ഒറിജിനൽ കളർ. ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്ന ഇപ്പം മീൻസ് ഇനി എൻ്റെ സ്കിൻ പ്രോബ്ലം ആണോ, ഇനി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് എനിക്ക്, എൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. ഇപ്പം ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഇത് കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് നോക്കണം എന്നുള്ളവർക്ക് നോക്കാം. മീൻസ് എൻ്റെ സ്കിൻ ടോൺ ആയതുകൊണ്ടാണോ പിങ്ക് കളർ ആയതെന്നും എനിക്കറിയത്തില്ല. വേറെ ഏതെങ്കിലും സ്കിൻ ടോൺ ട്രൈ ചെയ്താൽ വൈറ്റ് ആവുമെന്നും എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് കിട്ടിയ ഒരു ജെനുവിൻ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. നമ്മളിതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൾഗേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൊരു ഹിന്ദി വീഡിയോ ആണ്. ഇവരുടെ തന്നെ വേറൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലാണ് ഈ കോൾഗേറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്ന ഒരു ഫേസ് പാക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ 5 മില്യൺ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് നല്ല പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് 1-2 പേര് ഈ ഒരു വീഡിയോ അയച്ചു തരേണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ട്രൈ വീഡിയോ കാണണം എന്നുള്ളവർ കുറച്ച് പേരൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ അയച്ചു തരാറുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്ക് മെസ്സേജായിട്ട് അയച്ചു തരാറുണ്ട് വീഡിയോസ്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന വീഡിയോസാണ് ഇതുപോലെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസായിട്ട് ചെയ്യുന്നത്. ആ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് സ്കിന്ന് പിങ്ക് കളറാണ് കേട്ടോ ആയത്, വൈറ്റ് അല്ല ആയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണണം എന്നുണ്ടെങ്കിൽ, മീൻസ് ട്രൈയിങ് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ആ വീഡിയോസ് എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തന്നാൽ മതി കേട്ടോ. ഞാൻ ആ വീഡിയോ ട്രൈയിങ് വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട്
നന്ദിയുണ്ട്. കാരണം ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല റെസ്പോൺസാണ് കേട്ടോ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് എല്ലാ വീഡിയോസിലും, ഒരു വീഡിയോയ്ക്ക് മാത്രമല്ല, ഞാൻ ആ സീരീസിൽ ഒരു 4 വീഡിയോയോളം ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു 4 വീഡിയോയ്ക്കും നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വീണ്ടും ഇതുപോലെ വീഡിയോസ് ഓരോരുത്തർ അയച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ഇഷ്ടമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക ഇനിയും. അപ്പം നമുക്ക് ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.